മാസമുറ സമയത്ത് രക്തം വളരെ കുറച്ചേ പോകുന്നുള്ളൂ എന്ന് പലർക്കും പേടി തോന്നാറുണ്ട്. ഇതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ്, ഗൈനക്കോളജിസ്റ്റ്, സൺ മെഡിക്കൽ സെൻറ്റർ, തൃശ്ശൂർ. മാസമുറ കുറച്ച് കഴിഞ്ഞ ആളുകളുടെ പേടി എന്താണെന്ന് വെച്ചാൽ അത് അവിടെ കെട്ടി നിന്നിട്ട് രക്തമുഴയാവോ, ക്യാൻസർ ആവോ, അല്ലെങ്കിൽ വേറെ ഓപ്പറേറ്റ് ചെയ്യേണ്ട വല്ല മുഴയാവോ എന്നൊക്കെയാണ്. ഇതൊക്കെ തെറ്റാണ്. യൂട്രസിനൊരു ലൈനിങ് ഉണ്ട്, എൻഡോമെട്രിയം എന്ന് പറഞ്ഞിട്ട്. അതിനെ തള്ളിക്കളയാൻ വേണ്ടി ഉണ്ടാവുന്ന രക്തം മാത്രമേ നമുക്ക് മാസമുറയായിട്ട് പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ ലൈനിങ്ങിന് വണ്ണം കൂടുന്നത് ആണെങ്കിൽ അധികം പോകും, കുറയുകയാണെങ്കിൽ കുറച്ച് പോകും. അപ്പോൾ അതിനെ കുറയ്ക്കുന്ന കാരണങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ കാരണങ്ങൾ കണ്ടുപിടിച്ചത് ട്രീറ്റ് ചെയ്യേ വേണ്ടൂ. അല്ലാതെ ദുഷിച്ച രക്തം പുറത്തേക്ക് പോകാനുള്ള ഒരു ഉപാധിയല്ല മാസമുറ. എൻഡോമെട്രിയത്തിനെ കളയാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ വണ്ണം കുറയാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് ഹോർമോൺ ഇംബാലൻസ്, ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ, ചിലപ്പോൾ രോഗങ്ങൾ, ഈ PCOD, തൈറോയിഡിൻ്റെ കുറവ്, പ്രോലാക്റ്റിൻ കൂടുക, ഇതൊക്കെ മാസമുറയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. പിന്നുണ്ടാവുന്നത് വല്ലാതെ തടി കൂടിയാലും ഈസ്ട്രജൻ്റെ കുറവൊക്കെ കാരണം ചിലപ്പോൾ ഇത് കുറയും. മാസമുറ നിൽക്കേണ്ട പ്രായം 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും ഈസ്ട്രജൻ്റെ കുറവ് കാരണം ചിലപ്പോൾ കുറഞ്ഞു വന്നേക്കാം. ഇതല്ലെങ്കിൽ വല്ലാതെ വണ്ണം കൂടുന്ന ആൾക്കാർക്കും ഒട്ടും കഴിക്കാണ്ട് ഇങ്ങനെ ഭക്ഷണം പേടിച്ച് കഴിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു വിഭാഗത്തിലും ചിലപ്പോൾ മാസമുറ കുറഞ്ഞേക്കാം. അപ്പോൾ ന്യൂട്രീഷൻ്റെ ഒരു വലിയൊരു പങ്കും ഇതിലുണ്ട്. വേറൊരു പങ്ക് നമ്മുടെ ടെൻഷനാണ്. ഒരുപാട് ടെൻഷനുള്ള ആൾക്കാർക്ക് ഹൈപ്പോതലാമസ് തന്നെ, ബ്രെയിൻ തന്നെ ഈ മാസമുറയുടെ റെഗുലേഷനെ ബാധിപ്പിച്ചിട്ട് മാസമുറ കുറഞ്ഞു പോയേക്കാം. പിന്നെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് രക്തത്തിൻ്റെ കുറവ്, മിനറൽസിൻ്റെ കുറവ്, വിറ്റാമിൻ്റെ കുറവ്, ഇങ്ങനെ പല ധാതുക്കളും നമുക്ക് ഈ രക്തം ഉണ്ടാക്കാനും മാസമുറയ്ക്ക് രക്തം കൊടുക്കുന്നതിനും യൂസ്ഫുള്ളാണ്. ഈസ്ട്രജൻ ഉണ്ടാവാനും ഒക്കെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് ചെന്നിട്ടില്ലെങ്കിലും അത് മാസമുറയെ കുറച്ചേക്കാം. വളരെ റെയറായിട്ട് TB പോലെയുള്ള സാംക്രമിക രോഗമോ വേറെ ചില പെൽവിക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിൽ DNC കാരണമോ വേറെ കാരണം കൊണ്ടൊക്കെ ഒട്ടിയാലോ ഒക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ അണ്ടോൽപാദനം തീരെ ഉണ്ടാവാത്തവർക്കും റെയറായിട്ടുണ്ടാവാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ മാസമുറ കുറഞ്ഞാൽ ഒരു സീരിയസ് രോഗമല്ല. പക്ഷേ കറക്റ്റ് ചെയ്യാവുന്ന രോഗങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. മാസമുറ ഉണ്ടാവുന്നത് അത്യാവശ്യമാണ് എന്ന് വിചാരിക്കരുത്. എന്നാൽ രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു ട്യൂബ് ലൈറ്റ് പോലെ ഒരു ടോർച്ച് മാത്രമാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് കണ്ടുപിടിക്കൂ, ട്രീറ്റ് ചെയ്യൂ എന്ന് പറയാനുള്ള ഒരു ലക്ഷണം മാത്രമാണത്. താങ്ക് യു സോ മച്ച്.